നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൺസ് ക്ലിക്സ്. നമ്മുടെ നാട്ടിലെ ചേട്ടന്മാർ തലയിൽ ഇതുപോലെ ലൈറ്റൊക്കെ വെച്ചിട്ട് റബ്ബർ വെട്ടാൻ രാവിലെ പോകാറുണ്ട്. എന്നാൽ കപ്പലിൽ ഞാനിത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. എൻ്റെ ചില വീഡിയോസിൻ്റെ താഴെ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബലാസ്റ്റ് ടാങ്കിനെ പറ്റി പറയാമോ എന്ന്. ഇപ്പോൾ നമ്മുടെ കപ്പലിൽ പലതരത്തിലുള്ള ടാങ്കുകളുണ്ട്. ഇപ്പോൾ ഒരെണ്ണം ഇന്ധന ടാങ്കുകളാണ്. കപ്പലോടാൻ ആവശ്യമായിട്ടുള്ള ഹെവി ഓയിൽ, ഡീസൽ ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിറയ്ക്കുന്ന ഫ്യൂവൽ ടാങ്ക്സ്. അതിന് നമ്മുടെ കപ്പലുകാരുടെ ഭാഷയിൽ ബങ്കർ ടാങ്കുകൾ എന്ന് പറയും. പിന്നെ അതുകൂടാതെ ഫ്രഷ് വാട്ടർ, നമ്മുടെ കുടിവെള്ളം ശേഖരിക്കുന്ന, ഞാൻ അടുത്തിടയ്ക്ക് കാണിച്ചായിരുന്നു, ഫ്രഷ് വാട്ടർ ടാങ്കുകളുണ്ട്. പിന്നെ ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ പറഞ്ഞ ബലാസ്റ്റ് ടാങ്കുകൾ. ഇപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി നിയന്ത്രിക്കാനായിട്ട് ആവശ്യത്തിന് കടലിൽ നിന്ന് ഈ വെള്ളമൊക്കെ എടുത്ത് പമ്പിങ് ചെയ്ത് ഈ ടാങ്കിനകത്തോട്ട് അടിച്ച് നമ്മൾ കയറ്റും. അപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ പമ്പൗട്ട് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമുക്ക് വെറുതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കപ്പലിൻ്റെ മുൻവശത്തും പുറകുവശത്തും സൈഡിലും താഴെയും അങ്ങനെ പല ഭാഗങ്ങളിലായിട്ടാണ് ഈ ടാങ്കുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞാൻ കമ്പ്യൂട്ടറിൽ ലോഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനകത്ത് നമ്മൾ ലോഡിംഗ് പ്ലാൻ, ഗുഡ്സിൻ്റെ പ്ലാനൊക്കെ ഇട്ട് നോക്കി ഇപ്പോൾ ആവശ്യമുള്ള സമയത്ത് എത്രമാത്രം ഏത് ടാങ്കിൽ വെള്ളം നിറയ്ക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതനുസരിച്ചാണ് ഈ വെള്ളമൊക്കെ നിറയ്ക്കുന്നത്. ഇപ്പം 6 മാസത്തിലൊരിക്കൽ എനിക്ക് ഈ ടാങ്കിനകത്ത് ഇറങ്ങി ഒരു ഇൻസ്പെക്ഷനൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പം ടാങ്കിൻ്റെ കണ്ടീഷന് കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് ഞാൻ ചെക്ക് ചെയ്യും, ഫോട്ടോസ് എടുക്കും, റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കും. അതനുസരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീടുള്ള റിപ്പയറിങ്ങിൻ്റെ ടൈമിൽ, ഇത് കപ്പൽ ഡ്രൈ ഡോക്ക്, അതായത് കരയ്ക്ക് കയറ്റുന്ന സമയത്തൊക്കെ ആയിരിക്കും പലപ്പോഴും അത് റിപ്പയറിങ് നടക്കുക. അപ്പോൾ ഈ 6 മാസത്തെ ഇൻസ്പെക്ഷൻ്റെ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ടാങ്കിനുള്ളിലെ കാഴ്ചകളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഫ്രഷ് വാട്ടർ ടാങ്കിനകത്ത് കയറുന്ന കാര്യമൊക്കെ കാണിച്ച സമയത്ത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഈ ടാങ്കുകളൊക്കെ ഒരു അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ എൻക്ലോസ് സ്പേസ് അല്ലെങ്കിൽ കൺഫൈൻഡ് സ്പേസ് ആണ്. അതായത് അതിന് ആവശ്യത്തിനുള്ള നമുക്ക് ഓക്സിജനോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് വെറുതെ, അപ്പോൾ അകത്തോട്ട് കയറണമെങ്കിൽ നമ്മൾ വെള്ളം ആദ്യം എന്നാലും കാലിയാക്കണം. പിന്നെ നമുക്ക് വെറുതെ അങ്ങോട്ട് ഇടിച്ച് തള്ളി കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതിനകത്തോട്ട് കയറാനുള്ള മാൻഹോൾ കവേഴ്സ് തുറന്നിട്ട് ആവശ്യമനുസരിച്ച് വെൻറ്റിലേഷനൊക്കെ ചെയ്യും. അതിനുശേഷം നമ്മൾ ഒരു മൾട്ടി ഗ്യാസ് ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് അതിനകത്തെ ഓക്സിജൻ്റെ അളവ് ഓക്കെ ആണോ, അതുപോലെ വേറെ എന്തെങ്കിലും അപകടകരമായ ഗ്യാസുകൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അകത്തോട്ട് കയറത്തുള്ളൂ. അതിന് മുന്നാടിയായിട്ട് ഇതെല്ലാം ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കുറേ പേപ്പർ വർക്ക് ഉണ്ട്. അതായത് ഒരു എൻക്ലോസ് സ്പേസ് എൻട്രി പെർമിറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനകത്ത് എല്ലാവരും, ചീഫ് ഓഫീസർ, അകത്ത് കയറുന്ന ആൾക്കാർ, അതുപോലെ ക്യാപ്റ്റന് എല്ലാം സൈൻ ചെയ്യേണ്ടതുണ്ട്. ടാങ്കിലിറങ്ങുന്ന ഓരോരുത്തരും ഇതുപോലത്തെ ഒരു പേഴ്സണൽ മൾട്ടിഗ്യാസ് ഡിറ്റക്ടറും കൂടെ കയ്യിൽ പോക്കറ്റിൽ ഫിറ്റ് ചെയ്ത് പോകാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഓക്സിജൻ്റെ അളവ് കുറയുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്യാസൊക്കെ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇവന് ഉടനെ തന്നെ അലാം കാണിക്കും. അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകാൻ വേണ്ടി നമുക്ക് നോക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സാധനം ഇവിടെ പോക്കറ്റിൽ തന്നെ പിടിപ്പിച്ച് പോകുന്നത്. റെഡിയല്ലേ? ഇപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ ഒരാൾ ഈ ബലാസ്റ്റ് ടാങ്കിൻ്റെ പുറത്ത് സ്റ്റാൻഡ് ബൈ നിൽക്കും, ഇതുപോലൊരു വോക്കി ടോക്കി ഉപയോഗിച്ചിട്ട്. അപ്പം അകത്ത് കയറുന്ന ആൾക്കാരും അതുപോലെ കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷൻ ബ്രിഡ്ജിലെ ഓഫീസറൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷന് സഹായിക്കുക എന്നുള്ളതാണ് ഈ പുറത്ത് നിൽക്കുന്ന ആളുടെ ജോലി. അപ്പം അകത്തെ കണ്ടീഷനൊക്കെ ഓക്കെ ആണോ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാം ഓക്കെയാണ്, നമ്മൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും അപകടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പുറത്തേക്കുന്ന ആളാണ് പെട്ടെന്ന് ബ്രിഡ്ജിൽ ഇൻഫോം ചെയ്തിട്ട് അവിടുന്ന് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഓടി വരും. അപ്പോൾ നമ്മൾ 2 മാസത്തിലൊരിക്കൽ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ എൻക്ലോസ് സ്പേസിൽ നിന്നുള്ള റെസ്ക്യൂവിൻ്റെ ഡ്രില്ലൊക്കെ നടത്താറുണ്ട്. ആരെങ്കിലും അകത്ത് പെട്ടുപോയാൽ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഡ്രില്ല് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കപ്പലിൻ്റെ പല ഭാഗത്തായിട്ടാണ് ഈ ബലാസ്റ്റ് ടാങ്കുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ടാങ്കിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ഈ ടാങ്കിൻ്റെ ഷേപ്പിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നേക്കാം. ഇപ്പോൾ സൈഡിലുള്ള ടാങ്കിലൊക്കെ നല്ല ഹൈറ്റാണ്, നമുക്ക് നേരെ അങ്ങ് കയറി പോകാൻ സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോരോ ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട് ആ ടാങ്കിന് സ്ട്രെങ്ത് കൂട്ടാനായിട്ട്. അപ്പോൾ അവിടുന്ന് ഒരു സ്ഥലത്തു നിന്ന് മറ്റോടത്തോട്ട് പോകാൻ വേണ്ടി
നമ്മൾ കുനിഞ്ഞൊക്കെയാണ് പോകേണ്ടത്. കപ്പലിൻ്റെ സൈഡിലുള്ള ടാങ്കിന് വിങ് ടാങ്ക് അല്ലെങ്കിൽ സൈഡ് ടാങ്ക് എന്ന് പറയാം. ഇപ്പോൾ കാർഗോ ഹോൾഡിൻ്റെ ഇരുവശത്തായിട്ടാണ് ഈ ടാങ്കുകൾ സ്ഥിതി ചെയ്യുന്നത്. കാർഗോ ഹോൾഡ് എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ ഈ ഗുഡ്സൊക്കെ ലോഡ് ചെയ്യുന്ന വലിയ അറയ്ക്കാണ് കാർഗോ ഹോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാങ്ക് സൈഡിലുള്ളത് കൊണ്ട് തന്നെ വീതി കുറവായിരിക്കും, പക്ഷേ നല്ല ഹൈറ്റ് ഉണ്ട്. ഞങ്ങളുടെ കപ്പലിലെ ഈ ഒരു സൈഡ് ടാങ്ക് അല്ലെങ്കിൽ വിങ് ടാങ്കിൻ്റെ ഹൈറ്റ് 15.5 മീറ്ററാണ്. അത്രയും മീറ്റർ ഹൈറ്റാണ് ഈ ഒരു ടാങ്കിന്. ഒറ്റയടിക്ക് നമുക്ക് താഴോട്ട് പോകേണ്ട ആവശ്യമില്ല, 2 പ്ലാറ്റ്ഫോമായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 7 മീറ്റർ താഴോട്ടിറങ്ങുമ്പം ഒരു തട്ടുണ്ട്. അവിടെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കും. ആദ്യത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയി നോക്കും, എല്ലാം ഓക്കെ ആണോ, ആ ഫ്ലോർ എല്ലാം ഓക്കെ ആണോ നോക്കും. എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ നമ്മളത് നോട്ട് ചെയ്യും. പിന്നെ നമുക്കൊരു ടാങ്കിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്, ആ റിപ്പോർട്ടിൽ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യും. ഈ ടാങ്കിനെ പറ്റി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടാനായിട്ട് കപ്പലിനെ 2ആയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒരു സിമ്പിളായിട്ട് ഞാൻ ഒരു പടം വരച്ചിട്ടുണ്ട്. ഇതിൽ സൈഡിൽ കാണുന്ന പച്ച കളറിലുള്ള ഭാഗമാണ് ഈ പറഞ്ഞ സൈഡ് ടാങ്ക് അല്ലെങ്കിൽ വിങ് ടാങ്ക്. ഇപ്പോൾ ഈ കാണുന്നത് ആനോഡ്സ് ആണ്. കാഥോഡിക് പ്രൊട്ടക്ഷനിലൂടെ കപ്പലിൻ്റെ ടാങ്കിന് തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടി ആണ് ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഡ്രൈഡോക്കിലൊക്കെ ചെല്ലുമ്പോൾ ഈ ഒരു സാധനം കേടാകുന്നതനുസരിച്ച് മാറ്റി വേറെ പുതിയത് പിടിപ്പിക്കും. ടാങ്കിൻ്റെ ഓരോ സ്ഥലത്തെയും കണ്ടീഷൻ ഇപ്പം ഗുഡാണോ അല്ലെങ്കിൽ ഫെയർ ആണോ, അങ്ങനെ ഓരോ പെയിൻറ്റ് കണ്ടീഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഈ കപ്പലിലെ ഈ സൈഡ് ടാങ്കിൻ്റെ കപ്പാസിറ്റി 1131 ക്യൂബിക് മീറ്ററാണ്. ഇപ്പോൾ നമ്മൾ ലിറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാങ്കിന് 11,31,000 ലിറ്റർ വെള്ളം കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ടാങ്കെല്ലാം നല്ല ഇരുട്ടാണ്. അപ്പോൾ ഇതുപോലെ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ഓരോന്ന് ടോർച്ച് അടിച്ചടിച്ച് 2 പേരായിട്ടാണ് പോകുന്നത്. എപ്പോഴും ഒറ്റയ്ക്ക് ഒരാൾ പോകത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ അവസാനത്തെ പ്ലാറ്റ്ഫോമിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു ലാഡർ നിങ്ങൾക്ക് കാണാം. അവിടെ താഴെ കുറച്ച് വെള്ളമുണ്ട്. നമ്മൾ പമ്പോട്ട് ചെയ്ത് കളഞ്ഞാൽ പോലും ഒരു 10 സെൻറ്റിമീറ്റർ മിച്ചം വെള്ളമൊക്കെ സാധാരണ പോകാതെ അവിടെ കിടക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും താഴത്തെ തട്ടിലിപ്പോൾ എത്തിയേക്കുവാണ്. അപ്പോൾ നേരത്തെ പമ്പിങ് ചെയ്ത സമയത്ത് കുറേ ചെളിയൊക്കെ ടാങ്കിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം എടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവം അവസ്ഥ വരുന്നത്. പോട്ടിലൊക്കെ വെച്ച് സാധാരണ നമ്മൾ വെള്ളം എടുക്കാതിരിക്കാൻ ശ്രമിക്കും. കാരണം അവിടത്തെയൊക്കെ ആഴം കുറവായതുകൊണ്ട് ഉള്ള ചെയറെല്ലാം കൂടെ ഈ ടാങ്കിനകത്തോട്ട് കയറി വരും. പക്ഷേ ചില സമയത്ത് നമുക്ക് പോട്ടിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കേണ്ട, ബലാസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഈ ടാങ്കിലെ ലെവൽ എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് സൗണ്ടിങ് പൈപ്പ് എന്നാണ് പറയുന്നത്. നമ്മൾ മേളിൽ നിന്ന്, അതായത് ടാങ്കിൻ്റെ പുറത്തുനിന്നൊരു ഇതിൻ്റെ അടപ്പ് തുറന്നിട്ട് ഒരു സൗണ്ടിങ് ടേപ്പ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എത്രമാത്രം ലെവലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാണുന്ന വലിയൊരു പൈപ്പ് അത് ടാങ്കിൻ്റെ പൈപ്പ് ലൈനാണ്. ഇതിൻ്റെ അറ്റത്തുള്ള സ്ട്രക്ചറിന് ബെൽ മൗത്ത് എന്ന് പറയുന്നു. നമ്മൾ ഈ ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ടാങ്കിലേക്ക് വെള്ളം പമ്പ് ഇൻ ചെയ്യാനും അതുപോലെ പമ്പ് ഔട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരത്തെ കണ്ട മാനുവൽ ഒരു സൗണ്ടിങ് പൈപ്പ് പോലെ തന്നെ വേറൊരു സെൻസറും ഈ ടാങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷിപ്സ് ഓഫീസിലെ കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും എത്രമാത്രം വെള്ളം ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ മാനുവലി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പൈപ്പിൽ നമ്മൾ ടേപ്പ് ഇട്ടിട്ട് നോക്കും. അപ്പോൾ എത്രമാത്രം ആ ടേപ്പ് നനഞ്ഞിട്ടുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു 5 മീറ്റർ ആ ടേപ്പ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മീറ്റർ വെള്ളം ഉണ്ടെന്ന് മനസ്സിലായി. ട്രിം ആൻഡ് സ്റ്റെബിലിറ്റി ബുക്ക്ലെറ്റ് ഉണ്ട്. ആ ബുക്ക്ലെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 5 മീറ്റർ ലെവലിൽ എത്രമാത്രം വെള്ളം ആ ടാങ്കിലുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചില സമയത്ത് ചെറിയ ലീക്കേജൊക്കെ ഈ ടാങ്കിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഉണ്ടായാൽ നമുക്ക് അതൊക്കെ കപ്പലിൽ വെച്ച് തന്നെ റിപ്പയർ ചെയ്യേണ്ട അവസ്ഥ വരും. മേജർ റിപ്പയറിംഗ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈഡോക്കിൽ ചെയ്യുമ്പോൾ ചെറിയ ലീക്കേജ് കാര്യങ്ങളൊക്കെ നമ്മുടെ വെൽഡർ ഫിറ്റർ തന്നെയാണ് വെൽഡ് ചെയ്ത് സെറ്റാക്കുന്നത്. പിന്നെ കുറേ ടാങ്കുകൾ കപ്പലിൻ്റെ അടിവശത്തായിട്ടുണ്ട്. അതിന് ഡബിൾ ബോട്ടം ടാങ്ക്സ് ആണ് പറയുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഹൈറ്റ് കുറവാണ്. ഇപ്പം കുറച്ച് അകത്തോട്ടൊക്കെ കയറാനും അത്ര എളുപ്പമൊന്നുമല്ല. ഈ കാണുന്ന പടത്തിൽ താഴെയുള്ള ഈ നീല കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഡബിൾ ബോട്ടം ടാങ്ക്. അതിന് ഇടതും വലതുമായിട്ട് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹൈറ്റ് കുറവാണ്, വീതി കൂടുതലുമാണ്. ഇപ്പോൾ നമ്മൾ കപ്പലിൻ്റെ ഡബിൾ ബോട്ടം ടാങ്കാണ് കാണുന്നത്. കാർഗോ ഹോൾഡ്, അതായത് നമ്മൾ കപ്പലിൻ്റെ അറ, അവിടെയാണ് കണ്ടെയ്നറൊക്കെ നമ്മൾ ആദ്യമേ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയും താഴെയായിട്ടാണ് ഈ ഒരു ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും താഴെയുള്ള ടാങ്ക്. ഇവിടെ തുള പിടിച്ച് കഴിഞ്ഞാൽ താഴെ നിന്ന് നേരെ വെള്ളം കയറി വരും. അതുകൊണ്ട് എല്ലാം ഓക്കെ ആണോ, എല്ലാം എന്തെങ്കിലും ഡിഫക്ട്സോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെയാണ് ഞാനിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡബിൾ ബോട്ടം ടാങ്ക്സിൻ്റെ ഹൈറ്റ് പൊതുവേ കുറവാണ്, എന്നാൽ വീതി നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ 48 മീറ്റർ വീതിയുള്ള ഈ കപ്പലിന് 2 ടാങ്കായിട്ടാണ് അവർ തിരിച്ചേക്കുന്നത്. ഇടതുവശത്ത്, അതായത് പോർട്ട് സൈഡും സ്റ്റാബോർഡ് സൈഡും, അങ്ങനെ 2 ടാങ്ക് ഉണ്ട്.
അപ്പോൾ ഓരോ ടാങ്കിനും 24 മീറ്ററോളം വീതിയുണ്ട്. അപ്പോൾ ഈ ഡബിൾ ബോട്ടം ടാങ്കിന് മുമ്പ് കണ്ട വിങ് ടാങ്കിനേക്കാളും കപ്പാസിറ്റി കൂടുതലാണ്. 2190 മീറ്റർ ക്യൂബ്, അതായത് 21,90,000 ലിറ്റർ വെള്ളം ഈ ടാങ്കിൽ കൊള്ളും. ഞാൻ തുടക്കത്തിൽ ഈ കപ്പലിൽ 19 ബലാസ്റ്റ് ടാങ്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാ ടാങ്കും നമ്മൾ ഫുള്ളായിട്ട് വെള്ളം നിറയ്ക്കുവാണെങ്കിൽ 28,461 മീറ്റർ ക്യൂബ് വെള്ളം കൊള്ളും. അത് ലിറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2,84,61,000 ലിറ്റർ വെള്ളം കൊള്ളാവുന്ന അത്ര കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ നമ്മളങ്ങനെ സാധാരണ അത്രയൊന്നും വെള്ളം നിറയ്ക്കാറില്ല. ഇപ്പോൾ എൻ്റെ സമയത്ത് ഒരു പ്രാവശ്യം ഗുഡ്സ് കാര്യങ്ങളെല്ലാം ഒത്തിരി ഡിസ്ചാർജായി പോയപ്പം കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി നിയന്ത്രിക്കാനായിട്ട് എനിക്ക് 2,10,00,000 ലിറ്റർ വെള്ളമാണ് എനിക്ക് കയറ്റേണ്ടി വന്നത്. പിന്നീട് കൂടുതൽ ഗുഡ്സ് ലോഡ് ചെയ്ത സമയത്ത് ഇതിൽ 2/3 ഭാഗം വെള്ളത്തോളം പമ്പ് ഔട്ട് ചെയ്ത് കളയേണ്ടി വന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ ഈ ബലാസ്റ്റ് വാട്ടറൊക്കെ നമ്മൾ ലിറ്ററിലല്ല, ക്യൂബിക് മീറ്ററിലോ അല്ലെങ്കിൽ ടണ്ണിലോ ആണ് പറയാറുള്ളത്. കാരണം ലിറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ അക്കങ്ങളൊന്നും മതിയാകാതെ വരും. ഇപ്പോൾ ഈ കാണുന്ന ടാങ്ക് കപ്പലിൻ്റെ ഏറ്റവും പുറകുവശത്തുള്ള ഒരു ടാങ്കാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഷേപ്പും കുറച്ച് വ്യത്യാസപ്പെട്ട ഷേപ്പ്. കപ്പലിൻ്റെ ഏറ്റവും മുൻവശവും പുറകുവശവും ഒക്കെ കുറച്ച് വീതി കുറഞ്ഞ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് ഒത്തിരി ഇങ്ങനെ ചെരിഞ്ഞ് വളഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി നിയന്ത്രിക്കാനാണ് ഈ ടാങ്കിൽ നമ്മൾ വെള്ളം എടുക്കുന്നതും അതുപോലെ ആവശ്യമില്ലാത്തപ്പം വെള്ളം പമ്പ് ഔട്ട് ചെയ്ത് കളയുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം പലപ്പോഴും നമ്മൾ ഗുഡ്സ് ലോഡ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം പമ്പ് ഔട്ട് ചെയ്ത് കളയും, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ചില സമയത്ത് ഒരു സ്ഥലത്ത് ലോഡ് ചെയ്യുന്ന, അതായത് കപ്പലിൻ്റെ ഇടതുവശത്ത്, ഒരു ഉദാഹരണം പറയുകയാണ്, ഇടതുവശത്ത് ലോഡ് ചെയ്യുന്ന ഗുഡ്സിന് വെയിറ്റ് കൂടുതലാണെങ്കിൽ കപ്പൽ ആ ഒരു വശത്തോട് ചെരിയും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം മറുവശത്തുള്ള ഏതെങ്കിലും ടാങ്കിൽ നോക്കിയും കണ്ടും വെള്ളം എടുത്തിട്ടാണ് കപ്പലിനെ നേരെയാക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ കപ്പൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ 100-150 ടണ്ണൊക്കെ ഫ്യൂലായിരിക്കും ദിവസം കത്തുന്നത് ഫുൾ സ്പീഡിലൊക്കെ പോകുമ്പം. അപ്പം ഒരു സൈഡിൽ നിന്ന് ഫ്യൂലും അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളം, ഫ്രഷ് വാട്ടറൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ, നമ്മൾ ഉപയോഗിക്കുമ്പം ആ ഒരു വശത്തെ വെയിറ്റ് കുറയുവാണല്ലോ. അപ്പം നമ്മുടെ കപ്പൽ മറുവശത്തോട്ട് ചെറുതായിട്ട് ചെരിയാൻ തുടങ്ങും. അപ്പോൾ ആ ചെരിയുന്നത് നമ്മൾ കപ്പലിനെ നൂർക്കാൻ വേണ്ടി നമ്മൾ ഈ ബലാസ്റ്റ് ടാങ്കിൽ വെള്ളമൊക്കെ നിറച്ചും ട്രാൻസ്ഫർ ചെയ്തൊക്കെയാണ് നമ്മൾ അതെല്ലാം ശരിയാക്കുന്നത്. കർഷകനെ പോലെ കള പറിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല, കുറച്ച് മുമ്പ് പറഞ്ഞതുപോലത്തെ കപ്പലിലെ അടിത്തട്ടിലുള്ള ഡബിൾ ബോട്ടം ടാങ്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. അവിടെ കുറച്ച് ചെളിയുള്ളതുകൊണ്ടാണ് സർഫിലെ പരസ്യത്തിലെ പിള്ളേരുടെ അവസ്ഥയായി പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് കപ്പലിലെ ബലാസ്റ്റ് ടാങ്കിനെ പറ്റി നിങ്ങൾക്ക് കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്, താങ്ക് യു.